അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കേരളത്തിൽ നിന്ന് ഓണവില്ല് അയോധ്യയിലേക്ക് നൽകിയിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഓണവില്ല് അയോധ്യയിലേക്ക് ഉപഹാരമായി നൽകിയിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഓണവില്ല് കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നു. പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണ് ഈ ഓണവില്ല് സമർപ്പിക്കുക. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിലായിരുന്നു ക്ഷേത്രതന്ത്രി തരണനല്ലൂർ സതീഷ് നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ, തുളസി ഭാസ്കരൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് എന്നിവർ ശ്രീരാമതീർത്ഥം ക്ഷേത്ര ട്രസ്റ്റിന്റെ കേരളത്തിലെ ചുമതലയുള്ളവർക്ക് ഓണവില്ല് കൈമാറിയത്. ഓണവില്ല് പിന്നീട് നഗരപ്രദക്ഷിണത്തിന് ശേഷം എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. 21-ന് ഓണവില്ല് വിമാനമാർഗം അയോധ്യയിലേക്ക് എത്തും. അങ്ങനെ ശ്രീരാമന് സമ്മാനമായി നൽകിയ ഓണവില്ലും പത്മനാഭസ്വാമി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഇപ്പോൾ ആളുകൾ തിരയുന്നത്. ശ്രീ പത്മനാഭസ്വാമിക്ക് തിരുവോണ നാളിൽ ഓണവില്ല് സമർപ്പിക്കലാണ് തിരുവിതാംകൂറിലെ ഓണത്തോടനുബന്ധിച്ച് ശ്രദ്ധേയമായ ഒരു ചടങ്ങ്. ഓണക്കഥകളിലെ നാട് കാണാൻ എത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ വരച്ചു കാട്ടുന്നതാണ് ഓണവില്ല്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ആചാരത്തിന്. തലമുറയായി സമർപ്പിക്കുന്ന ചിത്രരചനാ ശില്പമാണ് പള്ളിവില്ല് എന്ന ഓണവില്ല്. ആചാരങ്ങളുടെ കലകളുടെയും കൂടിച്ചേരലായ ഓണവില്ല് ഇന്ത്യൻ സംസ്കാരത്തിലേക്കുള്ള കേരളത്തിന്റെ മറ്റൊരു മികച്ച സംഭാവന കൂടിയാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം പുലർച്ചെ ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്ന അത്യപൂർവ ചിത്രകലാസൃഷ്ടിയാണ് ഓണവില്ല്. പുരാണ കഥകൾ ആലേഖനം ചെയ്ത ഓണവില്ല് അഥവാ പള്ളിവില്ല് രൂപപ്പെടുത്തി ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള അവകാശം കരമന മേലാറന്നൂൽ വിളയിൽ വീട് കുടുംബത്തിന് മാത്രമാണ്. ക്ഷേത്രസ്ഥപതി സ്ഥാനീയരും ആസ്ഥാന വാസ്തുശില്പികളുമായിരുന്നു ഈ കുടുംബക്കാർ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്ര ആചാരങ്ങളിൽ ഒന്നുമാകാം ഓണവില്ല് സമർപ്പണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഈ ചടങ്ങിനെന്നാണ് കരുതുന്നത്. ഇടക്കാലത്ത് നിലച്ചുപോയ വില്ല് സമർപ്പണം AD 1925 വീര ഇരവി വർമ്മയുടെ ഭരണകാലത്ത് പുനരാരംഭിച്ചതായി മതിലകം രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. 1731-ൽ മാർത്താണ്ഡവർമ്മ ക്ഷേത്രം ചുരുക്കി പണിതപ്പോൾ വിളയിൽ വീട്ടിലെ പൂർവികനായ അനന്തപത്മനാഭൻ മൂത്താചാരിയായിരുന്നു ക്ഷേത്രസ്ഥപതി. കിഴക്കേ ഗോപുരവാതിൽ കയറി കാണിക്കവഞ്ചിയുടെ സമീപത്തെ തൂണിൽ ഇദ്ദേഹത്തിന്റെ ശില്പവുമുണ്ട്. ഓണവില്ലിന്റെ ഐതിഹ്യവും മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വരൂപം കാട്ടിക്കൊടുത്ത വാമനോട് വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും അഥവാ ഉപകഥകളും കൂടി കാട്ടിക്കൊടുക്കണമെന്ന് മഹാബലി അപേക്ഷിച്ചു. ഈ സമയം വിഷ്ണു വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി. വിശ്വകർമാവ് ആദ്യ ഓണവില്ല് രചന നടത്തിയെന്നാണ് ഐതിഹ്യം പറയുന്നത്. തന്റെ സന്നിധിയിൽ എല്ലാ വർഷവും എത്തുന്ന മഹാബലിക്ക് കാലാകാലങ്ങളിൽ വിശ്വകർമ്മജരെ കൊണ്ട് അവതാര ചിത്രങ്ങൾ വരച്ച് കാണിച്ചു നൽകാമെന്ന് മഹാബലിക്ക് വാഗ്ദാനം നൽകുന്നു. ഇതാണ് ഓണവില്ലിന്റെ ഐതിഹ്യം എന്ന് പറയാം. എങ്ങനെയാണ് ഓണവില്ല് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. കടമ്പ വൃക്ഷത്തിന്റെ മഹാഗണിയുടെയും തടികളിലാണ് ഓണവില്ല് നിർമ്മിക്കുന്നത്. 4.5 അടി, 4 അടി, 3.5 അടി നീളത്തിലാണ് വില്ല് ഉണ്ടാക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ താഴികക്കുടം ഇരിക്കുന്ന വള്ളത്തിന്റെ ആകൃതിയിലാണ് വില്ല് നിർമ്മാണം. വഞ്ചിനാടിന്റെ പ്രതീകമാണത്. ഓരോ ജോഡി വീതം 12 വില്ലുകൾ നിർമ്മിക്കും. ദശാവതാരം വില്ല്, അനന്തശയനം വില്ല്, ശ്രീരാമ പട്ടാഭിഷേകം വില്ല്, കൃഷ്ണലീല വില്ല്, ശാസ്ത്രവില്ല്, വിനായക വില്ല് എന്നിങ്ങനെയാണ് വില്ലുകൾ. പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളാണ് ഇതിനുപയോഗിക്കുക. 41 ദിവസത്തെ വ്രതമെടുത്താണ് കുടുംബക്കാർ ഇതിന്റെ ചിത്രരചന പൂർത്തിയാക്കുക. പുലർച്ചെ 5 മണിക്കാണ് ഓണവില്ല് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. വലിയ സ്വീകരണമാണ് ക്ഷേത്രനടയിൽ സംഘത്തിന് നൽകുന്നതും. തുടർന്ന് ഓരോ ജോഡി വില്ലുകളും അതാത് ദേവവിഗ്രഹങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യും. ഓണവില്ല് എന്ന പേരിൽ പണ്ടൊരു വാദ്യവും നിലവിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. തെങ്ങിൻ തടിയുടെ പാത്തി വളച്ച് കെട്ടി അതിന്റെ ഞാണിലാണ് ഈ വാദ്യം വായിച്ചിരിക്കുന്നത്. ഇങ്ങനെ നിർമ്മിച്ച ഓണവില്ലാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി കേരളത്തിൽ നിന്നും ഇപ്പോൾ സമ്മാനമായി നൽകിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിന് ഇത് അഭിമാന നിമിഷം തന്നെയാണ് എന്ന് വേണം പറയാൻ.